ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മോഹൻലാൽ ആന്റണി പെരുമ്പാവൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് റീഷെയർ ചെയ്തിരിക്കുകയാണ്. ഷെയർ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുകയാണ്. അത് ഇന്നലെ തന്നെ ചെയ്യാതിരുന്നത് ആന്റണി പെരുമ്പാവൂരിൻ്റെ പോസ്റ്റ് ബാക്കി പൃഥ്വിരാജും ഉണ്ണി മുകുന്ദനും എല്ലാം ഷെയർ ചെയ്തതിന് ശേഷം ഞാൻ ഷെയർ ചെയ്താൽ മതിയല്ലോ, ഞാൻ തന്നെ തുടങ്ങണ്ട എന്ന് കരുതിയായിരിക്കും മോഹൻലാൽ കാത്തിരുന്നത്. അപ്പോൾ എന്തായാലും ആന്റണി പെരുമ്പാവൂർ തന്നെയാണ് ആ നെടുനീളൻ പോസ്റ്റ് എഴുതി തയ്യാറാക്കി ഇട്ടത് എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആന്റണി പെരുമ്പാവൂരിൻ്റെ മാത്രം അഭിപ്രായമാണ് എന്ന് പക്ഷേ കരുതുക വയ്യ. കാരണം എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന് ചോദിച്ചുകൊണ്ട് കൃത്യം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പൃഥ്വിരാജിൻ്റെ പോസ്റ്റ് വരികയാണ്. ഇവരെ എല്ലാവരെയും കൂട്ടിയിണക്കുന്ന ഏറ്റവും ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള കണ്ണി എന്ന് പറയുന്നത് എംപുരാൻ L2 ആണ്. L2 എന്ന എംപുരാൻ എന്ന സിനിമയാണ്. ആ സിനിമയുടെ പ്രൊമോഷനാണ്, അതിൻ്റെ PR ആക്ടിവിറ്റീസ് ആണ്. സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും അതാണ്. എല്ലാ മാധ്യമങ്ങളിലും എംപുരാൻ്റെ ആക്ടിവിറ്റീസ് ആണ്, അതായത് അവരുടെ PR ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റീഫൻ തിയേറ്ററിന് തിരികൊളുത്തിയതുപോലെ ഇവിടെ അടുത്ത എംപുരാൻ്റെ മോഹൻലാൽ ക്യാരക്ടറും തിയേറ്ററുകൾക്ക് തീ പടർത്തിക്കൊണ്ട് വലിയൊരു ഇനിഷ്യൽ കളക്ഷനിലേക്കൊക്കെ എത്തുന്നതോടുകൂടി ഈ വിവാദവും തീരാനാണ് പോകുന്നത്. അതായത് ഡേറ്റ് അടക്കം തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. റിലീസ് ഡേറ്റ് മാർച്ച് 27 അപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇനിഷ്യൽ കളക്ഷൻ എന്നൊക്കെയുള്ള വലിയൊരു ബ്രഹ്മാണ്ഡ ചിത്രം, അങ്ങനെയൊക്കെയുള്ള PR-ലേക്ക് ഇങ്ങനെ സിനിമയുടെ ഓരോ ക്യാരക്ടർ പോസ്റ്റർ ആയാലും ടീസർ ആയാലും അങ്ങനെ ഓരോന്നോരോന്നായി ഈ ആശീർവാദിൻ്റെ 25ാം വാർഷികാഘോഷവും എംപുരാൻ്റെ ടീസർ ലോഞ്ചിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടി ഇവരിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇതെല്ലാം കൂടി ഒരു വലിയ സംഭവമാക്കി ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ട് വരുമ്പോഴാണ് സുരേഷ് കുമാർ ഇപ്പുറത്ത് മനോരമ ഓൺലൈനിലാണെന്ന് തോന്നുന്നു കൊടുത്തൊരു അഭിമുഖത്തിലെ ഒരു വാചകമാണ്. ആ വാചകം അതങ്ങനെ കോട്ട് ചെയ്യാനായി കൊടുത്ത ഒന്നല്ല എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഈ എംപുരാൻ്റെ മുടക്കുമുതലിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന് ചിലവായ തുകയെക്കുറിച്ചോ ഒന്നും വിശദീകരിച്ച് സുരേഷ് കുമാർ ഒരിടത്തും പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഒരിടത്തും അങ്ങനെ വിശദീകരിച്ച് ഇത്ര ചിലവാക്കി, ഇത്രയാണ് അതിൻ്റെ ചിലവ് എന്നൊന്നും ഒരിടത്തും സുരേഷ് കുമാർ പറഞ്ഞിട്ടില്ല. വാർത്താ സമ്മേളനത്തിലും പറഞ്ഞിട്ടില്ല. എവിടെയാണ് ഇത് പറഞ്ഞത് ആ ഭാഗത്ത് അത് മാത്രം അടർത്തിയെടുത്തുകൊണ്ട് അത് വീണ്ടും വീണ്ടും പ്രസിദ്ധീകരിക്കുകയും അല്ലെങ്കിൽ ആ ഭാഗം മാത്രം കോട്ട് ചെയ്തുകൊണ്ട് അതൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നത് എംപുരാനുമായി കണക്ട് ചെയ്ത് തന്നെയാണ്. എംപുരാൻ്റെ റിലീസിന് കുറച്ചുകൂടി പഞ്ച് കിട്ടും. കാരണം വിവാദം വരുമ്പോഴേക്കും എല്ലാവരും ഷെയർ ചെയ്യുന്ന വാർത്തയുമായി അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരിൻ്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് അതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക എംപുരാനെ കുറിച്ച് പറയാൻ സുരേഷ് കുമാർ ആരാ എന്ന രീതിയിലേക്ക് ചർച്ചയങ്ങ് പോവുകയാണ്. സിനിമയില്ലാതിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ സിനിമ എടുക്കാത്ത, ഇപ്പോൾ ഉയർന്നു വന്ന ചർച്ചകളുടെ ഒരു ആകത്തുകയായി ഞാൻ മനസ്സിലാക്കുന്നതാണ്. ഇപ്പോൾ പടം എടുക്കാത്ത സുരേഷ് കുമാർ ആരാണ്? ആന്റണി പെരുമ്പാവൂർ എന്ന വലിയ ആശീർവാദ് പ്രൊഡക്ഷൻസിൻ്റെ 25 വർഷമായ ആശീർവാദ് പ്രൊഡക്ഷൻസിൻ്റെ ആന്റണി പെരുമ്പാവൂരിനെ വിമർശിക്കാൻ ഈ സുരേഷ് കുമാർ ആരാണ്? അതാണല്ലോ ഇപ്പോൾ ഉയർന്ന ചോദ്യങ്ങളുടെയൊക്കെ ഒരു ആകത്തുകയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല കരുതുന്നത്. സുരേഷ് കുമാർ 46 വർഷമായി ഈ സിനിമാ മേഖലയിലുണ്ട്. ആന്റണി പെരുമ്പാവൂർ സിനിമ കണ്ടു തുടങ്ങിയ കാലം മുതൽ, അങ്ങനെ വേണം പറയാൻ, ആന്റണി പെരുമ്പാവൂർ തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്ന കാലം മുതൽ പടം എടുത്തുകൊണ്ടിരിക്കുന്നയാളാണ് സുരേഷ് കുമാർ എന്ന ഒരു വസ്തുത കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മോഹൻലാൽ ഒറ്റ വരിയിൽ മോഹൻലാലിൻ്റെ ആ ഷെയർ ചെയ്യുമ്പോഴുള്ള വാചകം കൂടി നമ്മൾ ഒന്ന് കാണേണ്ടതുണ്ട്. നമുക്കെന്നും സിനിമയുടെ ഒപ്പം നിൽക്കാം. നമുക്ക് എന്നതാണ് മോഹൻലാൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരിക്കലും സുരേഷ് കുമാറിനെ തള്ളി പറഞ്ഞുകൊണ്ട് ആന്റണിയെ ചേർത്ത് പിടിക്കുന്ന ഒരു മോഹൻലാലിനെ ഒന്നും കാണാൻ കഴിയില്ല. കാരണം മോഹൻലാൽ ഒന്നുമല്ലാതിരുന്ന കാലം മുതൽ മോഹൻലാലിൻ്റെ കൂടെയുള്ളവരാണ് ആ സുഹൃത്ത് വലയം എന്ന് പറയുന്നത്. അത് മോഹൻലാലിന് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റ് ഷെയർ ചെയ്ത് എന്തുകൊണ്ടാണ് എംപുരാനിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ആശീർവാദ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ആന്റണി പെരുമ്പാവൂരിൻ്റെ സിനിമാ കമ്പനി ആരുടേതാണ് എന്നുള്ളത് മലയാളിക്കെല്ലാം അറിയാം. ആന്റണി പെരുമ്പാവൂരിൻ്റെതാണ് അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂർ ആരാണ് അതിൻ്റെ ഉടമസ്ഥൻ എന്നൊക്കെ ഭംഗ്യനിരേണ പറയുമെങ്കിലും അതിന് പിന്നിൽ ആരാണ്, ആരുടെ സിനിമകളാണ് ഈ ആശീർവാദ് പ്രൊഡക്ഷൻസ് 25 വർഷമായി എടുത്തുകൊണ്ടിരിക്കുന്നത്, അതിലെ നായക നടൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, മോഹൻലാലിനെ വെച്ചുകൊണ്ട് തന്നെയാണ് 90% സിനിമകളും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 100% ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. 90% എനിക്ക് ഉറപ്പാണ്. കാരണം മോഹൻലാലിൻ്റെ സിനിമകൾ മിക്കത് ഞാൻ കാണാറുള്ള ആളാണ്. ഞാനൊരു ലാൽ ഫാനുമാണ്. അപ്പോൾ അതുകൊണ്ട് മോഹൻലാലിനെ വെച്ചുകൊണ്ട് മാത്രം കൂടുതൽ സിനിമകൾ ചെയ്യുന്ന ഒരാൾ പുതുമുഖ താരങ്ങളെ വെച്ച്, പരീക്ഷണ ചിത്രങ്ങൾ വെച്ച്, 6-ാം തമ്പുരാൻ എന്ന് പറയുന്ന മോഹൻലാലിനെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന, ഒരു സംശയമില്ലാതെ മോഹൻലാലിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പടം എടുത്ത സുരേഷ് കുമാറിനെ ആന്റണി പെരുമ്പാവൂർ ഇങ്ങനെ പറയുമ്പോൾ മോഹൻലാൽ അതിൽ അസ്വസ്ഥനാകും. മോഹൻലാൽ ആ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് പോകുന്നതിൽ മോഹൻലാലിന് താല്പര്യമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെയൊരു ഒറ്റ വരിയിൽ അദ്ദേഹം അത് ഒതുക്കിയത്. വലിയ രീതിയിലുള്ള കമൻറ്റിങ്ങിലേക്കൊന്നും പോകുന്നില്ല. മോഹൻലാൽ ഇതിൽ അസ്വസ്ഥപ്പെടേണ്ട കാര്യമുണ്ട്. കാരണം സുരേഷ് കുമാറും പ്രിയദർശനും ഇവരൊക്കെയാണ് മോഹൻലാലിനെ ഈ ഇന്നത്തെ മോഹൻലാൽ ആക്കുന്നതിൽ ഇവരുടെയൊക്കെ ഒരു പങ്കെന്ന് പറയുന്നത്. മോഹൻലാൽ എന്ന വ്യക്തിയുടെ പ്രതിഭയും അദ്ദേഹത്തിൻ്റെ കഴിവും എല്ലാം ഒരു ഭാഗത്തുള്ളപ്പോഴും അതിനെ പോളിഷ് ചെയ്യാൻ, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായി ഒരു വലയം വേണമല്ലോ. ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരാളുടെ മാത്രം സിംഗിൾ പേഴ്സൺസ് പെർഫോമൻസ് അല്ല സിനിമ. അത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ആ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാവരും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വിവാദത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. നിർമ്മാതാവ് മാത്രമല്ല, സംവിധായകനും തിരക്കഥാകൃത്തും ക്യാമറമാനും ഗാനരചയിതാവും സംഗീത സംവിധായകനും ഗായകരും ഒക്കെ മോഹൻലാലിന് വേണ്ടി സ്ഥിരമായി പാട്ടുകൾ പാടിക്കൊണ്ടിരുന്ന MG ശ്രീകുമാർ പോലും മോഹൻലാലിൻ്റെ പാട്ടുകൾ നമുക്ക് മോഹൻലാലിൻ്റെ ഗാനരംഗങ്ങളിലെ
ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടിങ് നമ്മൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ കാരണം ആ പാട്ടിന് ശബ്ദം കൊടുത്തത് MG ശ്രീകുമാർ ആയതുകൊണ്ട് കൂടിയാണ്. അങ്ങനെ പല പല ഘടകങ്ങൾ ചേർന്ന് വെക്കുമ്പോൾ അതെല്ലാം മോഹൻലാൽ എന്ന താരശരീരത്തിന് ഉചിതമായ രീതിയിൽ വരുന്നു. അങ്ങനെ വന്നതുകൊണ്ടാണ് മോഹൻലാലിനെ നമ്മളൊരു കംപ്ലീറ്റ് ആക്ടറാണ് എന്ന രീതിയിൽ ഇഷ്ടപ്പെടുന്നതും ആരാധിക്കുന്നതും ഒക്കെ. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു താരരാജാവെന്ന സിംഹാസനത്തിലേക്ക് ഒറ്റ കാൽവയ്പ് കൊണ്ടൊന്നും മോഹൻലാൽ കയറിയിരുന്നതല്ല. ആ കാൽവയ്പിലേക്ക് കൊണ്ടുപോയ കൂടെ നടന്ന ആളുകളൊക്കെയുണ്ട്. അതിലൊരാളാണ് G സുരേഷ് കുമാർ എന്നുള്ളത് മറ്റാരും നിഷേധിച്ചാലും മോഹൻലാലിന് നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വിവാദം ഒരു അനാവശ്യ വിവാദമാക്കി മാറ്റുന്നതിന്റെ പശ്ചാത്തലം എമ്പുരാൻ സിനിമയാണെന്നാണ് ഞാൻ കരുതുന്നത്. മാർച്ച് 27 ആ പടം റിലീസാവുകയും അത് വലിയ വിജയമാകാൻ സാധ്യതയുണ്ട്. കാരണം പൃഥ്വിരാജൊക്കെ അത്രയും അതിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. വർഷങ്ങളായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. മാത്രമല്ല പറ്റുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യയാകട്ടെ താരങ്ങളാകട്ടെ എല്ലാ രീതിയിലും അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ സിനിമ വലിയ വിജയമാകട്ടെ. പക്ഷേ ആ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി G സുരേഷ് കുമാർ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന രീതിയിലേക്കൊക്കെയുള്ള ചർച്ചകളിലേക്ക് പോകുന്നത് ശരിയല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ പുതുതാരങ്ങൾ അല്ലെങ്കിൽ പുതുതലമുറ താരങ്ങൾ ഇപ്പോൾ ടൊവിനോ മുതലുള്ള എല്ലാവരെയും എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഉണ്ണിമുകുന്ദൻ വരെയുള്ള എല്ലാവർക്കും ഓൺ പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. ആ ഓൺ പ്രൊഡക്ഷൻ കമ്പനി വെച്ചുകൊണ്ട് അവർ പടങ്ങൾ എടുക്കുന്നുണ്ട്. ആ പടങ്ങളുടെ വിജയത്തിലേക്ക് എത്താൻ മിക്കവർക്കും സാധിക്കുന്നുണ്ട്. G സുരേഷ് കുമാർ എന്ന് പറയുന്നത് G സുരേഷ് കുമാറാണ്. ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്നത് ആന്റണി പെരുമ്പാവൂറാണ്. അത് ആന്റണിയും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഈ പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞു വന്നാൽ 8 നിലയിൽ പടം പൊട്ടും, പക്ഷേ അടുത്ത പടത്തിനും 8 കോടി കിട്ടണം. ഇതാണ് ഇപ്പോഴത്തെ ഒരു നടപ്പ് രീതി എന്ന് പറയുന്നത്. അതിനൊരു മാറ്റം വരണ്ടേ? കാരണം ആശീർവാദ് പ്രൊഡക്ഷൻസ് കൊടുക്കുന്നത് പോലെ മോഹൻലാലിന് എല്ലാവർക്കും ശമ്പളം കൊടുക്കാൻ പറ്റുമോ? ആശീർവാദ് പ്രൊഡക്ഷൻസിന് മോഹൻലാൽ 15 കോടി ചോദിച്ചാലും 50 കോടി ചോദിച്ചാലും കൊടുക്കാം. പക്ഷേ എല്ലാവർക്കും മോഹൻലാലിനെ വെച്ചൊരു പടം എടുക്കാൻ ആഗ്രഹമുണ്ടാകില്ലേ? ഉണ്ണിസാർ ഇപ്പോൾ പടം എടുക്കാൻ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ മോഹൻലാലിനെ പോലൊരു താരത്തെ കൊണ്ട് അഭിനയിപ്പിക്കണമെന്നാണ് ഉണ്ണിസാറിന്റെ ആഗ്രഹമെങ്കിൽ ഓൺ കമ്പനിക്ക് കൊടുക്കുന്ന ഡേറ്റ്സ് കഴിഞ്ഞിട്ടേ ഉണ്ണിസാറിന് ഡേറ്റ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഉണ്ണിസാറും ഈ 15 കോടി എത്ര കോടി അത്ര കോടി കൊടുക്കാൻ തയ്യാറാകണം. അപ്പോൾ അതിന് പറ്റാത്ത ആളുകൾ എങ്ങനെ പടമെടുക്കും? നല്ല തിരക്കഥയുണ്ട്, നല്ല സംവിധായകനുണ്ട്, പക്ഷേ ഇത്രയും പണം കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെയ്യാൻ കഴിയാതെ പോയ സിനിമകൾ ഉണ്ടാകും. അതൊക്കെ ഈ 8 നിലയിൽ പൊട്ടുന്ന പടത്തെക്കാളും നല്ല പടവുമായിരിക്കും. അപ്പോൾ ആ പടങ്ങളിലേക്ക് എത്തപ്പെടുന്നില്ല എന്നതാണ് ഇവിടുത്തെ യഥാർത്ഥ വിഷയം. ഇവിടുത്തെ ഇപ്പോഴത്തെ ഈ വിവാദം എന്തായാലും അത് എമ്പുരാനുമായി കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്.